ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് സ്വാഗതം. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഹൈ റേഞ്ചിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ ഈ ഹൈ റേഞ്ചിൻ്റെ കൃഷി മേഖലയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ ഈ അടുത്ത ദിവസം കണ്ടത് മഴക്കാലമാണ്. ഇത് ഒരാഴ്ചയ്ക്ക് മുമ്പ് നല്ല മഴ കോരിച്ചു വരുന്ന മഴയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനത്തിൽ ഇങ്ങ് വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് വേറൊരാൾ വഴി സൈഡിലൊരു കാർ നിർത്തിയിട്ട് മഴ നനഞ്ഞു പോയി ഒരു പ്ലാവിൻ്റെ കമ്പ് ഒടിഞ്ഞ റോട്ടിൽ ചാടി. അതിലൊരു ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചക്ക അദ്ദേഹം അത് പറിച്ചെടുക്കുന്ന ഭാഗമാണ് ഞാൻ കണ്ടത്. നല്ല മഴ, അപ്പോൾ അത് നനഞ്ഞാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവർ ഇവിടെയുള്ളവരല്ല, അവർ വേറെ ഏതോ എനിക്ക് തോന്നുന്ന ടൗൺ പ്രദേശത്ത് എറണാകുളത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഏതായാലും ഗ്രാമീണ മേഖലയിലുള്ള ആളല്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ചക്കയുടെ എത്ര ആവശ്യം വരത്തില്ല സ്വഭാവമായിട്ട്. ഇദ്ദേഹം ഏതായാലും ആ ചക്ക പറിച്ചെടുത്തു, അത് കയറ്റിക്കൊണ്ട് പോയി. അപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ച സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു പക്ഷേ ടൗണിൽ താമസിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച്, പക്ഷേ എറണാകുളം അതുപോലുള്ള ഏതെങ്കിലും ടൗൺ പ്രദേശങ്ങളിൽ താമസിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൃഷിയുടെ ഇല്ലാത്ത ആളെ സംബന്ധിച്ച് ഒരു ചക്ക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെന്നാൽ ചക്കയ്ക്കൊക്കെ ഭയങ്കര വിലയുണ്ടല്ലോ. അതുപോലെ എറണാകുളം ഭാഗത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചക്കയൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും. പക്ഷേ ഹൈ റേഞ്ചിനെ സംബന്ധിച്ച് കൃഷിക്കാർക്ക് പൊതുവേ ചക്ക എന്ന് പറയുമ്പോൾ അതിന് യാതൊരു വില വന്നപ്പോയില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ കർഷകർ പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്ലാവേ എന്നുള്ള ഈ ഏലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഷെയ്ഡ് വിട്ടുന്ന സമയത്ത് ഈ ചക്ക കൂടുതലുണ്ടെങ്കിൽ ചക്ക ചാടി പലപ്പോഴും ഈ ഏലക്കൃഷി നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്ലാവിൻ്റെ മേളിൽ തൊട്ട് കമ്പ് ഇറക്കിയിട്ട് ഇതുപോലെ ചക്ക ഉണ്ടെങ്കിൽ എല്ലാം ചെത്തിച്ചടിച്ച് കളയും. ഇതുണ്ടോ? അപ്പം ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചക്ക പലപ്പോഴും നമ്മളിവിടെ വിൽക്കുന്നത് കേവലം ഒരു 10 രൂപയ്ക്ക്. 10 രൂപ തന്നാൽ നമുക്ക് സന്തോഷം. ഇനി 10 രൂപ തന്നില്ലെങ്കിലും ഈ ചക്ക എല്ലാം ഒന്ന് ഒഴിവാക്കില്ലെന്ന് വിചാരിച്ച് പല ആളുകളും വെറുതെ കൊടുക്കുന്നവരുണ്ട്. എൻ്റെ ലോകത്തൊക്കെ പല ആളുകളും വെറുതെ കൊടുക്കുന്നത്. പക്ഷേ ഞാൻ 10 രൂപയ്ക്ക് കൊടുത്തത് പല ആളുകളും ഇത് വെറുതെ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചക്കയ്ക്കൊക്കെ നമ്മെ സംബന്ധിച്ച് വലിയ വിലയൊന്നുമില്ല. പക്ഷേ ഈ ചക്കയുടെ ഔഷധ മൂല്യങ്ങളും അതിൻ്റെ പ്രാധാന്യവും മറ്റുള്ളവർ ഒരു ചക്കയ്ക്ക് വേണ്ടി എത്രത്തോളം ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള സംഗതി എല്ലാം വിലയിരുത്തുമ്പോൾ ഈ ഹൈ റേഞ്ചിലുള്ള കർഷകരെ സംബന്ധിച്ച് ഈ ചക്കയൊക്കെ ഇങ്ങനെ ഒരു വിലമതിപ്പില്ലാതെ കളയുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച അന്നേരമാണ്. അപ്പോൾ ഈ ചക്കയിൽ അപ്പോഴാണ് ഞാൻ ഈ ചക്കയെക്കുറിച്ചൊരു സ്റ്റഡി നടത്തണം എന്നെനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു മെഡിസിനൽ വാല്യൂ എന്തുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ന്യൂട്രീഷൻ ഫാക്ടേഴ്സ് എന്തുണ്ട്, ഇതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് സ്റ്റഡി ചെയ്തപ്പോൾ എന്നെ അതിശയിപ്പിച്ച് പോയി. അപ്പോൾ ഒരുപക്ഷെ അവരതിനോടൊക്കെ ഇതെല്ലാം അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ അത്ര പ്രാധാന്യത്തോടെ ഈ ചക്കനെ കാണുന്നത്. ഇപ്പോൾ പല കമ്പനികളും ചക്കയുടെ പൊടികളൊക്കെ ഇങ്ങനെ വിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചക്കയുടെ പൊടി പൗഡറായിട്ട് പാക്കറ്റിൽ വെച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. എങ്കിൽ ഞാൻ 1-2 കാര്യങ്ങൾ ഈ ചക്കയോട് ബന്ധപ്പെട്ട് അതിൻ്റെ ന്യൂട്രീഷൻസ് വാല്യൂ ഒക്കെ ഞാൻ നിങ്ങളൊന്ന് ചെറുതായിട്ട് പറയാം. ഇപ്പോൾ 100 ഗ്രാം ചക്കച്ചുള എടുക്കുകയാണെങ്കിൽ നമുക്ക് പഴത്തിൻ്റെ കാര്യം ആദ്യമേ ആലോചിക്കാം. ചക്കപ്പഴുത്ത പഴമാണെങ്കിൽ 100 ഗ്രാം ചക്കപ്പഴത്തിൽ നമുക്ക് ലഭിക്കുന്നത് 95 കലോറി ഊർജ്ജം നമുക്കതിൽ നിന്ന് ലഭിക്കും. ഓർത്ത് നോക്കിയേ, 100 ഗ്രാമിന് 95 കലോറി ഊർജ്ജം ലഭിക്കും. കാർബോഹൈഡ്രേറ്റ് 23 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഈ 100 ഗ്രാം ചക്കയിലുണ്ട്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ 1.7 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ 0.6 ഗ്രാം ഫാറ്റ് അതിലുണ്ടാവും. പിന്നെ നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയേ, അത്ര ഫൈബറിൻ്റെ അളവ് പറയുമ്പോൾ 1.5 മുതൽ 2.5 വരെയാണ് ഫൈബറിൻ്റെ അളവ്. പിന്നെ വിറ്റാമിൻ സി എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. ഈ വിറ്റാമിൻ സി ഒക്കെ ഉണ്ടല്ലോ, രോഗപ്രതിരോധത്തിനൊക്കെ വളരെ നല്ല സംഗതിയാണ്. വിറ്റാമിൻ സി ഏതാണ്ട് 13 മില്ലിഗ്രാം വിറ്റാമിൻ സി ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. പിന്നെ മാഗ്നീസ്, അതുപോലെ മഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻറ്റ്, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം എൻ്റെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചക്കയ്ക്ക് മൂല്യവും പ്രാധാന്യവും ഉണ്ട് എന്നുള്ള കാര്യം ഒന്നും ഞാൻ വാസ്തവത്തിൽ തിരിച്ചറിഞ്ഞിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ചക്ക ഇത്രയും പ്രധാനപ്പെട്ട സംഗതിയാണെന്നുള്ളത് ആർക്കറിയായിരുന്നു? അപ്പോൾ ഏതായാലും ഈ ഹൈ റേഞ്ചിലുള്ള കർഷകരെ സംബന്ധിച്ച് പലപ്പോഴും അവരെല്ലാം പുറത്തുകാലിന് തട്ടിക്കളയുന്നൊരു സാധനമാണ് ഈ ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഈ ഫൈബറൊക്കെ വളരെ നല്ലതാണ്. കാരണം ഈ വയറ്റിൽ നിന്ന് നമ്മുടെ ഡൈജഷനോട് ബന്ധപ്പെട്ടൊക്കെ അതിന് വളരെ പ്രയോജനമുണ്ട്. തന്നെയല്ല, ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ചക്കയൊക്കെ വളരെ ഫലപ്രദമാണെന്നൊക്കെ റീസെൻ്റായിട്ടുള്ള പല സ്റ്റഡികളും കാണിക്കുന്നുണ്ട്. ക്യാൻസറിനെ പ്രതിരോധിക്കുക. പക്ഷേ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ക്യാൻസറിനൊരു മറുമരുന്നായിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ടോക്സിൻസൊക്കെ വെളിയിൽ തള്ളാനുള്ള കഴിവ് ചക്കയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ അധികം ഗവേഷണം നടത്തുന്നില്ലെങ്കിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഫോറിൻ രാജ്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി നടത്തിയിട്ട് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കർഷകരായ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്
വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് നമ്മൾ വെറുതെ പാഴാക്കി കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് സംസ്കരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് വേനൽക്കാലത്തൊക്കെ ചക്ക പറിച്ചിട്ട് അത് സംസ്കരിച്ച് ഉണങ്ങിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ തക്കണം കഴിയും. അപ്പോൾ ഈ ചക്ക യഥേഷ്ടം ഉള്ളപ്പോൾ പോലും പലപ്പോഴും എന്ത് ചെയ്യുന്നവർ അത് നമ്മൾ ഭക്ഷിക്കുന്നതിന് പകരമായിട്ട് പലപ്പോഴും കപ്പ അതുപോലെ ചോറ് ഇതിലേക്കൊക്കെ നിരന്തരം അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉള്ളത്. അപ്പോൾ ഇതുള്ളപ്പോൾ ഇത് നമുക്കിതിന് വിനിയോഗിക്കാമല്ലോ. യാതൊരു വിഷാംശമില്ലാത്ത ഒരു സാധനമുള്ളൂ. ബാക്കി ഏത് സാധനത്തിനും വിഷമിട്ടും രാസവളമിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. എന്നാൽ ചക്കയെ സംബന്ധിച്ച് ഒന്നും നമ്മൾ ചെയ്യാതെ തികച്ചും ശുദ്ധമായ ഒരു സംഗതിയാണല്ലോ ചക്ക. അപ്പോൾ അതുകൊണ്ട് അത് വളരെ വെറുതെ ഇങ്ങനെ നശിപ്പിച്ച് കളയരുത് എന്നുള്ള. ഈ ചാനൽ ഇതൊട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.